സ്വാഗതം. അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോറി. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ 3rd ചാപ്റ്റർ ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത് സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു വന്നത് നമ്മൾ പലതരത്തിലുള്ള ഇലക്ഷൻ മെത്തേഡുകളെ പറ്റിയിട്ടാണ്. അതായത് ഒരു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തപ്പെടുന്ന ചില പ്രക്രിയകളൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മളെ ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഒരു ഇലക്ഷൻ മെത്തേഡായിരുന്നു FPTP അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഒരു സിസ്റ്റത്തെ പറ്റി ഞാൻ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് രണ്ടാമത്തെ വേറൊരു ഇലക്ഷൻ മെത്തേഡിലോട്ട് പോവാം. ആൻഡ് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, എവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഇന്ത്യയിൽ സാമൂഹികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, മൈനോറിറ്റീസ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള മൈനോറിറ്റീസിന് അവർക്ക് കൂടി പ്രാതിനിധ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സിസ്റ്റമായിരുന്നു പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പേര് നിങ്ങൾ എവിടെയും കേട്ടാൽ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക, മൈനോറിറ്റീസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സംഭവമായി ഇത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇത് ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്നുള്ളത് പഠിച്ചു വെക്കണേ. അർജൻറ്റീന, പോർച്ചുഗൽ, ഇസ്രായേൽ, നെതർലാൻഡ്സ്, ഈ രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഒരു പ്രൊപ്പോർഷൻ റെപ്രസെൻറ്റേഷനൊക്കെ ഉണ്ടാവുന്നത്. ഈ രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഒരു പ്രൊപ്പോർഷൻ റെപ്രസെൻറ്റേഷൻ കൊണ്ടുപോകുന്നത് കേട്ടോ. അതായത് ഈ ഒരു രാജ്യങ്ങളുടെ പേര് പഠിക്കാൻ വേണ്ടി ഒരു കോഡ് പറഞ്ഞു തരാം കേട്ടോ. പറ്റുന്നുള്ളവരൊന്ന് പഠിച്ചു വയ്ക്കുക, എളുപ്പമായിരിക്കുമല്ലോ. PIN. ഓക്കെ, ഈ ഒരു കോഡ് വെച്ച് കഴിഞ്ഞാൽ അർജൻറ്റീന, പോർച്ചുഗൽ, ഇസ്രായേൽ, നെതർലാൻഡ്സ് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ഇത്രയും നിങ്ങൾ അവിടെ ഓർത്താൽ മതി. ഇനി നമുക്ക് വരുന്ന മറ്റൊരു ഇലക്ഷൻ മെത്തേഡാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റത്തിൻ്റെ മറ്റ് പേരുകളാണ് ഹെയർ സിസ്റ്റം, ആൻഡ്രിയ സിസ്റ്റം, പ്രിഫറൻഷ്യൽ സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ഈ പേരുകൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. കാരണം ഈ പേരുകൾ വൺ വേർഡിന് ചോദിക്കാറുണ്ട്. ഈ ഒരു വൺ വേർഡിൻ്റെ പോർഷനാണ് കേട്ടോ ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം പറഞ്ഞ പേരുകൾ ഏതൊക്കെയാണ് എൻ്റെ കൂടെ പറഞ്ഞു. ഹെയർ സിസ്റ്റം, ആൻഡ്രിയ സിസ്റ്റം, പ്രിഫറൻഷ്യൽ സിസ്റ്റം. ഇങ്ങനെ ഓരോ പേരുകളും ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കഥകളൊക്കെ ഇതിന് പിന്നിലുണ്ട്. ആ കഥകളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എന്തായാലും ഈ പേരുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം, ഹെയർ സിസ്റ്റം, ആൻഡ്രിയ സിസ്റ്റം, പ്രിഫറൻഷ്യൽ സിസ്റ്റം. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റത്തേക്ക് നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല. ഈ ബാലറ്റ് പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതിൽ ഓരോ സ്ഥാനാർത്ഥികളുടെ പേരുണ്ടാവും. ദെൻ ഓൾസോ അവർക്ക് ഓരോ തരത്തിൽ നമ്മുടെ ഈ ജനങ്ങൾ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു, പിന്നെ വോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നുണ്ടാവുക. ഓരോ സ്റ്റെപ്പായിട്ടാണ് ഇതിനകത്തുള്ള ഓരോ ഇലക്ഷൻ രീതികൾ പോകുന്നത്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് പഠിച്ച പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനോ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റമോ ഇതൊന്നും നമ്മുടെ നമ്മൾ ഇന്ത്യ ഫോളോ ചെയ്യുന്ന സംഭവമല്ല. നമ്മൾ ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ FPTP ആണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ച ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റമാണ് നമ്മൾ മെയിൻ ലോക്സഭ ഇലക്ഷനിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ഇലക്ഷനിലൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന ഒരു ഇലക്ഷൻ മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഈ പ്രൊപ്പോർഷൻ റെപ്രസെൻറ്റേഷനൊക്കെ ആണെങ്കിൽ നമ്മുടെ രാജ്യസഭ ഇലക്ഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇന്ത്യയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഈ ഒരു സിംഗിൾ ട്രാൻസ്ഫർ വോട്ട് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. പൊളിറ്റിക്കൽ സയൻസിൽ ഇക്വേഷനൊന്നും നിങ്ങൾ നോക്കണ്ട, ചുമ്മാ ഒന്ന് ഓർത്തിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നൊരു സംഭവമാണ് കോട്ട എന്ന് പറയുന്നത്. ഇത് ഒരു വൺ വേർഡ് മെൻറ്റാലിറ്റി പഠിക്കേണ്ട ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. കോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ട ഈസ് ഈക്വൽ ടു ടോട്ടൽ വോട്ട്സ് പോൾഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സീറ്റ്സ് +1. അതായത് കോട്ട കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. അതായത് എത്രത്തോളം വോട്ട് കിട്ടി ഭാഗം എത്രത്തോളം സീറ്റ് ഉണ്ടായിരുന്നു, അതിനോടൊപ്പം 1 ആഡ് ചെയ്യുക. അപ്പോൾ ഇതെന്തിനാണ് പഠിക്കുന്നത്, ഇതെന്താണ് കാര്യമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട. ഇത് നമുക്ക് വൺ വേർഡിനെ ഇങ്ങനെ 4 തരത്തിൽ ഈ ഒരു ഇക്വേഷനൊക്കെ തെറ്റിച്ച് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ശരിയുള്ളത് എടുത്ത് എഴുതാൻ പറയും. അപ്പോൾ 1 മാർക്ക് സുഖമായിട്ട് കിട്ടില്ല ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. പ്രത്യേകിച്ച് ആ +1 ഒക്കെ കൃത്യമായിട്ട് നോക്കി പഠിക്കണേ. കാരണം ഇത് നമുക്ക് ഓപ്ഷൻസ് ഇങ്ങനെ പലതരത്തിൽ കാണും, നമുക്ക് ആകെപ്പാടെ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഓക്കെ, നമുക്ക് പബ്ലിക് എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
നമ്മുടെ ഇന്ത്യ എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ FPTP നമ്മൾ ഫസ്റ്റ് പാർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം ഒരു ഇലക്ഷൻ മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്തുകൊണ്ട് ഇന്ത്യ ഫോളോ ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യ ഇത് അഡോപ്റ്റ് ചെയ്തു, എന്തുകൊണ്ടാണ് ഇന്ത്യ FPTP സ്വീകരിച്ചത്, ഇങ്ങനെ പറഞ്ഞ് പലതരത്തിൽ ഇതേ കണ്ടൻറ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. വെറും 7 പോയിൻറ്റ്സ് എഴുതി കൊടുത്താൽ മതി, നമുക്ക് ഈ മാർക്ക് കയ്യിലിരിക്കും. വേറൊന്നുമില്ല. എന്തുകൊണ്ട് ഇന്ത്യ FPTP അഡോപ്റ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് നമുക്ക് പറയാം FPTP സിസ്റ്റം വളരെയധികം സിമ്പിളാണ്. ഓക്കെ, അതായത് അത് എന്താ പറയുക, കണ്ടക്ട് ചെയ്ത് പോവുക എന്ന് പറയുന്നത് വളരെയധികം ഈസി ആയിട്ടുള്ള കാര്യമാണ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഈസി ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഏത് FPTP എന്ന് പറയുന്നത്. രണ്ടാമത്, നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള ഒരു സബ് കോണ്ടിനെൻറ്റ് രാജ്യത്തിന്, അല്ലേ, ഉപദ്വീപീയ, അതായത് നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉതകുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ FPTP. മൂന്നാമത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിൻ്റ് എന്താണെന്നറിയോ, നമ്മുടെ FPTPക്കകത്ത് ഞാൻ ഓൾറെഡി FPTP എന്ന് കുറേ തവണ പറയുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് മൊത്തം രാജ്യത്തെ പലതരത്തിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധി വീതം ഇലക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുജനങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും നമുക്കിഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ നമുക്ക് വോട്ട് ചെയ്യാനുള്ളൊരു ഫ്രീഡം എവിടെ ഉണ്ടാവും, നമുക്കതിനുള്ളൊരു സ്വാതന്ത്ര്യം ഇത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറയേണ്ട പോയിൻറ്റ്. ആദ്യം ഞാൻ പറഞ്ഞത് സിമ്പിളാണ്, പിന്നെ ഇന്ത്യ പോലുള്ളൊരു സബ് കോണ്ടിനെൻ്റ് രാജ്യത്തിന് പറ്റിയ ഒരു സിസ്റ്റമാണ്. മൂന്നാമത് പറയുന്നത് നമുക്കൊരു ഫ്രീഡം കിട്ടുന്നുണ്ട്, അതായത് നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. അടുത്ത നാലാമത് നമുക്ക് പറയേണ്ട കാര്യമാണ്, ഈ ഒരു FPTPയിലൂടെ ഇലക്ട് ചെയ്യപ്പെട്ട് വരുന്ന സ്ഥാനാർത്ഥികളുണ്ടല്ലോ, മെമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് കുറേ കൂടി ഒരു റെസ്പോൺസിബിൾ മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും. അതായത് ഇവർക്ക് കുറച്ചുകൂടി ഒരു ചുമതല ഉണ്ടാവും. അതായത് നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ ജനങ്ങൾ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട കാൻഡിഡേറ്റ്സ് നമ്മൾ വോട്ട് ചെയ്യുന്നു. അപ്പം നമ്മളാണ് അവരെ എലക്ട് ചെയ്ത് വിജയിപ്പിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ ബാധ്യസ്ഥരാണ്, അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ FPTP ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് അത്രയും സേഫാണെന്നാണ് അർത്ഥം. കാരണം അതിലൂടെ ഇലക്ട് ചെയ്യപ്പെട്ട് വരുന്ന കാൻഡിഡേറ്റ്സ്, മെമ്പേഴ്സ് അവർക്ക് അത്രയും റെസ്പോൺസിബിൾ മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും. ഓക്കെ, പിന്നെ പറയുന്ന കാര്യം, FPTP എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, സ്ഥിരതയുള്ള ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് FPTP സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു പോയിൻ്റായിട്ട് പറയാം. പിന്നെ പറയേണ്ട കാര്യം, നമുക്ക് ജനങ്ങൾക്കിടയിലായാലും ഒക്കെ ഒരു യുണൈറ്റി ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഐക്യതയും ഒരു സഹകരണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിൽ FPTP സിസ്റ്റമാണ് വലിയ പങ്ക് വഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ FPTP ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ജനങ്ങൾക്കിടയിൽ ഒരു യുണൈറ്റി ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്, ലാസ്റ്റ് പറയേണ്ട പോയിൻ്റ് ഇതാണ്, നമ്മൾ ഈ പഠിച്ച പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം ഇല്ലേ, ഇതിൻ്റെ ഡ്രോബാക്കുകളൊന്നും, അതായത് ഇതിന് ചില പോരായ്മകളുണ്ട്, അതൊന്നും എന്തിനില്ല, FPTPക്കില്ല. ഇതൊക്കെ ജനറലി നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിൻറ്റ്സ് ആണ്, അല്ലേ. അപ്പോൾ ഈ ഒരു 7 പോയിൻറ്റ്സ് നിങ്ങൾ പറഞ്ഞാൽ മതി. അത് സിമ്പിളാണ് ഈ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ ഇന്ത്യ എന്നുള്ള സബ് കോണ്ടിന് പറ്റിയൊരു സിസ്റ്റമാണ് FPTP. നമുക്ക് ജനങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ഒരു കാൻഡിഡേറ്റ്സിനെ എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കാൻഡിഡേറ്റ്സിന് കുറച്ചുകൂടി ഒരു റെസ്പോൺസിബിൾ മൈൻഡ് സെറ്റ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സ്ഥിരതയുള്ള ഗവൺമെൻറ്റുകൾ രൂപീകരിക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ ഒരു യുണൈറ്റി, ഒരു ഐക്യതയും സഹകരണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ്റെ ഡ്രോബാക്സ് ഒന്നും ഇതിനില്ലേ എന്തായാലും. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ഞാൻ ഇന്നെടുത്ത ക്ലാസ്സിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. കാരണം ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 4 മാർക്കിനൊക്കെ ഇത് ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ എൻ്റെ വോയിസ് അത്ര ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം എനിക്ക് ചെറിയ ശ്വാസം മുട്ടിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട്, ഹെൽത്ത് ഞാൻ പറഞ്ഞല്ലോ ഓക്കെ അല്ല എന്നുള്ളത്. സോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, കാരണം ബ്രീത്തിങ് പ്രോബ്ലം അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇപ്പോൾ. എന്തായാലും അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം അതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അങ്ങനെയെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് നമ്മൾ ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്നുള്ളത് എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായമെല്ലാം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിടുക കേട്ടോ, കാരണം എങ്കിലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും നിങ്ങളുടെ സേഫായിട്ടിരിക്കുക, നന്നായിട്ട് പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, താങ്ക് യു.